ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ലുക്മാൻ ചേരുന്നുണ്ട്. ലുക്മാൻ, സൗദി വെള്ളക്ക നേട്ടങ്ങൾ കൊയ്യുന്നു ഇത്തവണത്തെ ദേശീയ പുരസ്കാര വേദിയിൽ, എങ്ങനെ പ്രതികരിക്കുന്നു? ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. ഞാൻ ഇപ്പൊ കുറച്ചു നേരത്തെ അറിഞ്ഞുള്ളൂ, ഞാൻ അതെ, ലൊക്കേഷനിലായിരുന്നു. അത് ഭയങ്കര ഭയങ്കര സർപ്രൈസിങ്ങും ഭയങ്കര സന്തോഷമായി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. അത് ഭയങ്കര ഹാപ്പിയായി. ഒരു ചെറിയ ചിത്രം അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരുക്കിയ ചിത്രം, പക്ഷേ അതിലെ കഥാമൂല്യം കൊണ്ടും അതിലെ പ്രമേയം കൊണ്ടും ഒക്കെ ശ്രദ്ധിക്കപ്പെടുന്നു. മികച്ച മലയാള ചിത്രം എന്ന കാറ്റഗറിയിൽ പുരസ്കാരം നേടിയിട്ടുണ്ട് സൗദി വെള്ളക്ക. അപ്പോൾ മാത്രമല്ല, അതിലെ ഗാനത്തിന് ബോംബെ ജയശ്രീക്കും പുരസ്കാരമുണ്ട്. മികച്ച ഗായികയായി ബോംബെ ജയശ്രീ മാറുന്നുമുണ്ട്. അതെ. അപ്പോൾ ചിത്രത്തിന്റെ ഭാഗം എന്ന നിലയിൽ ലുക്മാൻ എന്താണ് തോന്നുന്നത്? ആ ചിത്രം ചിത്രീകരിച്ച സമയത്തേക്കുള്ള ആ മൊമെന്റുകളൊക്കെ ഓർത്തെടുക്കുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ അതാണ് ഓർമ്മ വരുന്നത് മനസ്സിൽ ശരിക്കും. ഏറ്റവും കൂടുതൽ എന്താന്ന് വെച്ചാൽ തരുൺ മൂർത്തി എന്ന ഡയറക്ടർ, ഞങ്ങൾ ഓപ്പറേഷൻ ജാവ ഒരുമിച്ച് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന സിനിമയില് വീണ്ടും ഞാൻ വരുന്നു. അത് തരുണിനോടാണ് ആദ്യം ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. പിന്നെ അവനെ എല്ലാവർക്കും അറിയാം, അവന്റെ ഇനിയിപ്പോ അടുത്ത ലാലേട്ടൻ പടമാണ് വരാനുള്ളത്. അപ്പൊ അവന്റെ പരിപാടിയിൽ ചെയ്യാന്നുള്ളത് ഭയങ്കര സന്തോഷമായിരുന്നു. അത് പക്ഷെ ഇങ്ങനെ ഒരു നാഷണൽ അവാർഡ് അങ്ങനെ അതൊക്കെ നമ്മളിങ്ങനെ ചെറുപ്പത്തില് അല്ലെങ്കിൽ നമ്മൾ മുമ്പൊക്കെ ഇങ്ങനെ ടിവിയുടെ മുന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആർക്കായിരിക്കും എന്തായിരിക്കും ഇങ്ങനെ കണ്ടിട്ടുള്ള ഒരു അനുഭവമല്ലേ ഉള്ളൂ. അതെ, പക്ഷെ അത് നമ്മളും കൂടി അതിന്റെ ഒരു ഭാഗമാവുക എന്ന് പറയുന്നത് അത് ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. അതിന്റെ പ്രൊഡ്യൂസേഴ്സ്, അതിന്റെ എല്ലാവരും ഒരുമിച്ച് നിന്നുണ്ടായ ഒരു, എല്ലാ സിനിമ പോലെ തന്നെ ഉണ്ടായ ഒരു ഹാർഡ് വർക്കിന്റെ ഒരു പരിപാടി ഉണ്ട്. അതിലൊന്ന് പിന്നെ അതിലെ ഉമ്മ കഥാപാത്രം ചെയ്ത ആ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്, അവര് ആ പ്രായത്തില് അവരെ ഫസ്റ്റ് മൂവിയാണത്. അവര് എല്ലാം ഓർത്തെടുക്കുന്നുണ്ട്. എല്ലാരും അതിന്റെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവരും ഞങ്ങൾക്ക് ഭയങ്കര ഭയങ്കര സ്പെഷ്യലാണ്. ആ സിനിമ ഭയങ്കര സ്പെഷ്യലാണ്. ആളുകൾക്കും അങ്ങനെ തന്നെ ആയിരുന്നു അന്ന് സിനിമ ഇറങ്ങിയപ്പോ. അതെ. ഒരുപക്ഷെ തിയേറ്ററുകളിൽ ഒരുപാട് നാള് ഉണ്ടായ ഒരു ചിത്രമല്ല, അല്ലെങ്കിൽ OTT-യിലോ അങ്ങനെ ഉണ്ടായ ചിത്രമല്ല സൗദി വെള്ളക്ക CC225 എന്ന ചിത്രം. പക്ഷേ ഇങ്ങനൊരു പുരസ്കാരം ലഭിക്കുന്നതോടുകൂടി അത് കാണാൻ ഇനി കൂടുതൽ ആൾക്കാരുണ്ടാവും എന്നതുകൂടി ശ്രദ്ധേയമല്ലേ? അതെ, അതെ. ആ സിനിമക്ക് കിട്ടിയ ആ പുരസ്കാരം കൊണ്ട് ആ സിനിമക്ക് അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടാവും. എന്തായാലും ആളുകൾ ഇനിയും അതിനെ കുറിച്ച് അറിയാത്തവർ, എനിക്ക് തോന്നുന്നത് നമ്മള് ഇവിടെ കേരളത്തിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിന് നല്ല അപ്രിസിയേഷൻ ഒക്കെ കിട്ടിയായിരുന്നു അന്ന്. ഉം. എനിക്ക് തോന്നുന്നു ഒന്നുകൂടി പുറത്തോട്ടും ഇതൊരു നാഷണൽ അവാർഡ് എന്നൊക്കെ, ദേശീയ അവാർഡ് എന്നൊക്കെ കിട്ടുമ്പോൾ ആ സിനിമയെ കൂടുതൽ ആളുകൾ നോക്കി കാണും. അതിന്റെ അകത്തെ പരിപാടികളിൽ ഒന്നുകൂടി ആളുകൾ ഇനിയും ചർച്ച ചെയ്യും. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും അത് എനിക്ക് ഫസ്റ്റ് കോളാണ്, ഇൻ ദ സെൻസ് ഫസ്റ്റ് കോളാണ് ചാനലിൽ നിന്ന്, ഫസ്റ്റ് ചാനലാണ് ഇത്. അപ്പൊ അത് ഭയങ്കര സന്തോഷം. അതിലെ സന്തോഷം നമുക്കുണ്ട്. ലുക്മാൻ ആ വാക്കുകളിലുണ്ട്. അപ്പം ആ ചിത്രത്തിന്റെ പ്രമേയത്തെക്കുറിച്ചും, അല്ലെങ്കിൽ അത് ഇനിയിപ്പോൾ കാണാത്ത ഒരുപാട് പേരുണ്ടാകാം, അല്ലെങ്കിൽ ഇങ്ങനൊരു പുരസ്കാരം ലഭിക്കുന്നതോടുകൂടി ഇനിയിപ്പോൾ അത് കാണാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാവാം. അവരോട് എന്താണ് പറയാനുള്ളത്? അവരോട് എന്തുകൊണ്ടും കണ്ടല്ലോ ഇങ്ങനൊരു ഇങ്ങനൊരു അവാർഡ് ഞങ്ങൾക്ക് ലഭിക്കുമ്പോൾ ആ സിനിമ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും, അത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തണം എന്നുള്ളതും ആ സിനിമ ഡിസേർവ് ചെയ്യുന്നതാണ്. അത് തന്നെയാണ് ഇതിന്റെ ഒരു കാര്യം. അപ്പോ ഇനി ആളുകൾ കാണാത്തവര് ആ സിനിമ OTT-ന്ന് കാണാം. അപ്പോ എല്ലാവരും സിനിമ കാണുക എന്നുള്ളതാണ് പറയാനുള്ളത്. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ ഒരു പ്രത്യേകത. ഈ സൗദി വെള്ളക്ക എന്ന് പറയുന്ന ആ പേരിൽ തന്നെ ഉണ്ട്. മാത്രമല്ല, അത് മുന്നോട്ട് വെക്കുന്ന പ്രമേയം, അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരുപാട് പേർ അനുഭവിക്കുന്ന പ്രശ്നമാണ്. ഈ ഗൾഫ് സ്വപ്നമായി മുന്നോട്ട് പോകുന്ന ആൾക്കാരിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ആ സിനിമയിലെ പ്രധാന പ്രമേയമായി വരുന്നത്. അതെ, ആ പേരിനെ കുറിച്ച് എന്താണ് ലുക്മാൻ? പേര് സത്യത്തിൽ ഈ പേര് എന്നോട് ആദ്യം തരുൺ ഈ കഥ പറഞ്ഞ് ഫസ്റ്റ് സൗദി വെള്ളക്ക എന്നാണ് നമ്മൾ പേര് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത്, അപ്പൊ നമ്മൾ സൗദിയിലൊക്കെ പോകല്ലേ, പുറത്തൊക്കെ ഷൂട്ട് ഉണ്ടാവല്ലോ എന്നുള്ള കൂടെ ഇരുന്നു. അപ്പോഴാണ് പറഞ്ഞത് അല്ല, അത് കൊച്ചിയിലെ ഒരു സൗദി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ വെള്ളക്ക എന്ന് പറഞ്ഞത് നമ്മൾ പല നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, തെങ്ങിലുണ്ടാവുന്ന മച്ചിങ്ങ എന്നൊക്കെ പറയും. അതിനെ സൗദിയിൽ പറയുന്നതാണ് വെള്ളക്ക. ആ വെള്ളക്ക കൊണ്ടുണ്ടാവുന്ന ഒരു കേസ് ഒരാളുടെ ജീവിതത്തിൽ അത് എത്രത്തോളം അയാളിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്, ബാധിക്കുന്നു എന്നുള്ളതാണ് സിനിമ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു നിയമവ്യവസ്ഥയും എല്ലാം ആ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അത് അത് ആളുകൾക്ക് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഇനി കാണാത്തവർക്കും അത് ഇനി കാണുമ്പോൾ മനസ്സിലാവും. അത് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യും. ആ ഇമോഷൻസ് നമുക്ക് കിട്ടും. ഭയങ്കര ഇമോഷണൽ ആണ് സിനിമ. അതെ. അപ്പൊ അതൊക്കെ തന്നെ ആയിരിക്കും ഇങ്ങനെ ഒരു അവാർഡ്. അപ്പോൾ അഭിലാഷ് ശശിധരൻ എന്ന കഥാപാത്രം ഇനി ലുക്മാന് അത് സ്പെഷ്യൽ ആണല്ലേ? അത് തീർച്ചയായിട്ടും സ്പെഷ്യലാണ്. അല്ലെങ്കിൽ എനിക്ക് ആ സിനിമ ഭയങ്കര സ്പെഷ്യലായ സിനിമയാണ്. സിനിമാപരമായിട്ടാണെങ്കിലും കഥാപരമായിട്ടാണെങ്കിലും അല്ലാതെ തന്നെ അതിന്റെ പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ തരുണിന്റെ ഫസ്റ്റ് പടം മുതൽ ഒപ്പമുള്ളതാണ്. തരുണിന്റെ പടം എന്നുള്ള രീതിയിൽ എനിക്ക് തരുൺ ഡയറക്ട് ചെയ്തൊരു സിനിമ ദേശീയ അവാർഡ് എന്നുള്ളതും എനിക്ക് ഭയങ്കര സ്പെഷ്യൽ, ഭയങ്കര സന്തോഷമാണ്. അതിൽ ഞാൻ ഭാഗമായി എന്നുള്ളത് മറ്റൊരു സന്തോഷമാണ്. ഇനി അതെന്നും അഭിലാഷ് എന്റെ ഉണ്ടാവും. ഓക്കെ.
താങ്ക് യു സോ മച്ച് ലുക്മാൻ അവറാൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. സൗദി വെള്ളക്ക എന്ന സിനിമയിലെ നായിക കഥാപാത്രം അവതരിപ്പിച്ച ലുക്മാനാണ് ഇപ്പോൾ പ്രതികരിച്ചത്. വലിയ സന്തോഷമുണ്ട് എന്നാണ്. തരുൺ മൂർത്തിക്കൊപ്പം ചെയ്ത ചിത്രം എന്ന നിലയിൽ, ഒരു സുഹൃത്തിനൊപ്പം ചെയ്ത ഒരു ചിത്രം എന്ന നിലയിൽ വലിയ അഭിമാനമുണ്ട്. ഇങ്ങനെ ഒരു വലിയ അവാർഡ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന കാര്യം കൂടി പങ്കുവയ്ക്കുകയായിരുന്നു ലുക്മാൻ അവറാൻ. അങ്ങനെ സൗദി വെള്ളക്ക മികച്ച മലയാള ചിത്രമാവുന്നു. ഒപ്പം തന്നെ അതിലെ പാട്ടിന് ബോംബെ ജയശ്രീക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം കൂടി ലഭിക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയം. ഒപ്പം തന്നെ മലയാളത്തിന് ഏറെ നേട്ടമുണ്ടാക്കി കൊടുത്ത, അല്ലെങ്കിൽ തിളക്കമുണ്ടാക്കി കൊടുത്ത ചിത്രം ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. പേര് ആട്ടം. ആനന്ദ് എഗർഷി എന്ന ആ ഒരു പേരിൽ, ഒരൊറ്റ പേരിലേക്കാണ് ഇപ്പോൾ, നേരത്തെ വിനയ് ഫോർട്ട് അടക്കം പറഞ്ഞു, ആ ചിത്രം അത് ആനന്ദിന്റെ ചിത്രമാണ്. രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് ആട്ടം, ആനന്ദ് എഗർഷി. അതിലൂടെയാണ് ഇപ്പോൾ ഈ പുരസ്കാരങ്ങൾ കേരളത്തിലേക്ക് വരുന്നത്. മികച്ച ചിത്രം ഒരിക്കൽ കൂടി മലയാള സിനിമയ്ക്ക് കിട്ടുന്ന വലിയ അംഗീകാരമായി മാറുന്നു. ദേശീയതലത്തിൽ 2022 മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ഒരു മലയാള ചിത്രം നേടുന്നു എന്ന ഒരു വലിയ നേട്ടമാണ് ഇപ്പോൾ ആട്ടത്തിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നത്. മികച്ച എഡിറ്റിംഗ്, ഒപ്പം തന്നെ മികച്ച തിരക്കഥ, ഈ 3 പ്രധാനപ്പെട്ട കാറ്റഗറികൾ ആട്ടത്തിന് ലഭിക്കുകയാണ്. അത് വലിയ അംഗീകാരമായി കാണുന്നുണ്ട് എന്നാണ് അതിലെ മുഖ്യ കഥാപാത്രം അവതരിപ്പിച്ച വിനയ് ഫോർട്ട് അല്പസമയം മുൻപ് നമ്മളോട് പറഞ്ഞത്. ഒപ്പം തന്നെ മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം മാളികപ്പുറം എന്ന മലയാള സിനിമയിലൂടെ ശ്രീപദ് സ്വന്തമാക്കി എന്നുള്ളതും നമുക്ക് അഭിമാനിക്കാവുന്ന വക നൽകുന്നുണ്ട്. നേരത്തെ ഈ പുസ്തകങ്ങൾ, ലേഖനങ്ങൾ വിഭാഗത്തിലാണ് ആദ്യ അവാർഡുകൾ പ്രഖ്യാപിക്കപ്പെട്ടത്. അതിൽ മികച്ച പുസ്തകം കിഷോർ കുമാർ ഒരുക്കിയ സിനിമാ ഗ്രന്ഥമാണ് എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. ആ രീതിയിൽ മലയാളത്തിലേക്ക് പുരസ്കാരങ്ങൾ വരുന്നുണ്ട്. പ്രത്യേക പരാമർശം നേടിയ കാറ്റഗറിയിലും ഉണ്ട് നമുക്ക് പുരസ്കാരങ്ങൾ എന്നതാണ് മറ്റൊരു കാര്യം.